കേരള പോലീസിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, പെൺകുട്ടികൾക്ക് നല്ലൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട്. PSC വഴി പോലീസ് കോൺസ്റ്റബിൾ വുമൺ ബറ്റാലിയനിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല സാലറി സ്കെയിലും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. വനിതകൾക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. പരമാവധി നിങ്ങളുടെ അറിവിൽ ഒരു സ്പെഷ്യൽ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ള സഹോദരിമാരുണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് നിങ്ങൾ മറക്കേണ്ട. എനിവേ, നമ്മളുടെ എല്ലാ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സാപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ചു നിൽക്കുന്ന SSC, RRB അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ചാനലാണ്. അപ്പോൾ എല്ലാവിധ അപ്ഡേറ്റുകളും കുറച്ചുകൂടെ അതിവേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്, ബിക്കോസ് എൻ്റെ പേഴ്സണൽ ഡിവൈസിലാണ് ഞാൻ ചാനൽ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ എന്ത് അപ്ഡേറ്റ് വന്നാലും ആ സ്പോട്ടിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. എനിവേ, നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം. കേരള സർക്കാരിൻ്റെ കീഴിൽ വുമൺ പോലീസ് കോൺസ്റ്റബിളിലേക്ക്, വുമൺ പോലീസ് ബറ്റാലിയനിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ മുന്നേ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട്. ഇനിയും അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വീഡിയോ പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ അപേക്ഷിക്കണം. അപ്പോൾ അപേക്ഷിക്കാനുള്ള മെത്തേഡും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ തന്നെ പറയാം, ശ്രദ്ധിച്ച് നിങ്ങൾ കാണുക. ആദ്യം തന്നെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്, അതായത് ഗസറ്റഡ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 30/11/2024 ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം നിങ്ങൾക്ക് 1/1/2025 വരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക. ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. 446/2024. അപ്പോൾ നിങ്ങൾ കേരള PSCൻ്റെ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട നോട്ടിഫിക്കേഷൻ സെക്ഷൻ കാണാൻ സാധിക്കും. അവിടെ ഇത് എൻ്റർ ചെയ്യുക. ഈ കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്, അത് എൻ്റർ ചെയ്യുക. അത് എൻ്റർ ചെയ്താൽ കേരള പോലീസിൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ ഇനി പറയാൻ പോകുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ ബീറ്റ് ചെയ്യുന്നുണ്ടോ, അതായത് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കണം. ആദ്യം തന്നെ കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ വുമൺ പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് ബറ്റാലിയനിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. 31,100 മുതൽ 66,800 വരെയാണ് ഇതിൻ്റെ ശമ്പളം പറയുന്നത്. ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതായത് ST വിഭാഗത്തിനാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 8 ഒഴിവുകൾ നിലവിലുണ്ട്. വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട. വേക്കൻസി കൂടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേക്കൻസിയാണ് 8. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ്. വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട. മേ ബി 8 തന്നെയായിരിക്കാം, ചിലപ്പം കൂടാം. എനിവേ, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിന് പുരുഷന്മാർക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല, ബിക്കോസ് ഇത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. യോഗ്യതയുള്ള ST വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് 18 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 2/1/1993 1/1/2006 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളൊക്കെ നോക്കാം. ഷെഡ്യൂൾഡ് ട്രൈബ്സിൽപ്പെട്ടവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ST വിഭാഗത്തിനാണ് അപേക്ഷിക്കാൻ സാധിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് +2 വേണം. പാസ് ഇൻ HSE ആണ് പറഞ്ഞിട്ടുള്ളത്. +2 പാസ്സായിരിക്കണം. അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള മറ്റെന്ത് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ +2 ഫെയിൽ ആയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും അപേക്ഷിക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നത്, ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് ആർ നോട്ട് അവൈലബിൾ ടു ഫിൽ അപ്പ് ദി റിസർവേഷൻ കോട്ട. അതായത് റിസർവേഷൻ കോട്ട ഫില്ലപ്പ് ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള +2 യോഗ്യരായിട്ടുള്ള ആൾക്കാരില്ലെങ്കിൽ +2 ഫെയിൽ ആയിട്ടുള്ളവരെന്ത് ചെയ്യും? ഫെയിൽ ആയിട്ടുള്ളവരെയും തീർച്ചയായിട്ടും ഇതിൽ പരിഗണിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതായത് നിങ്ങൾ +2 ഫെയിലാണെങ്കിലും പാസ്സാണെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കും. പക്ഷേ ഫെയിലായവരെ പരിഗണിക്കുന്നത് പാസ്സായവരുടെ അപര്യാപ്തത, അതായത് ഇല്ലായ്മ മൂലമായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ആ കാര്യം വ്യക്തമായെന്ന് കരുതുന്നു. പാസ്സായവർക്കും ഫെയിലായവർക്കും അപേക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ മിനിമം ഹൈറ്റ് വേണ്ടത് 150 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം PSCൻ്റെ പരീക്ഷ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ഉണ്ടാവും. 100 മീറ്റർ ഓട്ടം ഉണ്ട്, ഹൈ ജമ്പ് ഉണ്ട്, ലോങ് ജമ്പ് ഉണ്ട്, പുട്ടിംഗ് ദി ഷോട്ട് ഉണ്ട്, 200 മീറ്റർ ഓട്ടം ഉണ്ട്, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഉണ്ട്, ഷട്ടിൽ റേസ് ഉണ്ട്, സ്കിപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന ഈ 8 ഐറ്റത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈ റൗണ്ട് ഇട്ട 4 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്ത്, 5ാമത്തത് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, 6ാമത്തത് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, 8ാമത്തത് ക്വാളിഫൈ ചെയ്തു, 7ാമത്തതും പറ്റാതെ 8ാമത്തെ ക്വാളിഫൈ ചെയ്തു. അങ്ങനെ 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവുന്നതായിരിക്കും. ഏതെങ്കിലും 5 എണ്ണം മാത്രം ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു ഇവൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ടൈം, ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നേരെ ഇപ്പുറത്തെ കോളത്തിലായിട്ട് കൊടുത്തത് കാണാൻ സാധിക്കും. സോ ഇത്രയധികം കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മാക്സിമം നിങ്ങളിത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ, വാട്സാപ്പ് ചാനലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്, പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഓൾസോ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്.